യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര എസിപിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, പിന്നെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. അത് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം രേഖപ്പെടുത്തും. വേടനെ നിലവിൽ ഇതുവരെ എന്തായാലും ഈ അറസ്റ്റ് ഒരു തിരിച്ചടിയല്ല. കാരണം വേടൻ ഇപ്പോൾ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ വൈദ്യപരിശോധന ശേഷം വേടനെ വിട്ടയക്കും. നിലവിൽ ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനും വൈദ്യപരിശോധനയ്ക്കായി ആലുവയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി പിന്നീട് വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തും, പിന്നീട് വിട്ടയക്കും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു നടപടി ഉണ്ടാവുക. ഇന്നലെയും വേടനെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നും രാവിലെ തന്നെ വേടൻ ഇവിടെ 10 മണിക്ക് തന്നെ ഹാജരായി. അതിനുശേഷം തൃക്കാക്കര എസിപിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. അതിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ഉണ്ടെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുത്തി വിട്ടയക്കുന്ന നടപടി തന്നെയാകും ഇന്നുണ്ടാവുക. എന്തായാലും 2021-നും 2023-നും ഇടയിൽ ഏതാണ്ട് 5 തവണ പീഡിപ്പിച്ചെന്നാണ് യുവ ഡോക്ടർ നൽകിയ പരാതി. അതിനുശേഷം ആ പരാതിമേൽ പിന്നീട് തൃക്കാക്കര പോലീസ് കേസെടുത്തു. ഇതിനിടയിൽ വേടൻ ഒളിവിൽ പോയി. പക്ഷേ പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലെയുമായി പോലീസ് സ്റ്റേഷൻ മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനെല്ലാം തന്നെ ഇവിടെ എത്തി പോലീസുമായി അദ്ദേഹം സഹകരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വേടനെ ആലുവയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 2021-നും 2023-നും ഇടയിലാണ് 5 തവണ പീഡിപ്പിച്ചു എന്നാണ് പരാതി. അതിൽ ഒരു തവണ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചു. മാത്രമല്ല ഏതാണ്ട് 30,000 രൂപ യുവതിയിൽ നിന്ന് കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നു.